2019-20 കാലഘട്ടത്തിൽ ഞങ്ങൾ സൗദി അറേബ്യയിൽ കുടുങ്ങിപ്പോയി ഒരു 2.5 വർഷം. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നപ്പോൾ കുറച്ച് മാമ്പഴം അവിടെ നിന്ന് കൊണ്ടുവന്നിരുന്നു. അത് യമനിൽ നിന്നെങ്ങാണ്ട് വരുന്ന ഒരു മാങ്ങയാണ്. അത് ഞങ്ങൾ 4-5 എണ്ണം ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ വിത്ത് ഇതാണ്ട് ഈ ഭാഗത്തായിട്ട് കൊണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ അത് ചെറിയ ഒരു മരമായിരുന്നു, ചെറുതായിട്ടൊന്ന് വളർന്നു വന്നിരുന്നു. അങ്ങനെ അതവിടെ നിൽക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ 1-2 പ്രാവശ്യം വന്നപ്പോൾ അതിന് കുറച്ച് വളമൊക്കെ ഇട്ട് ഇങ്ങനെ അങ്ങ് പോയി. ഇപ്രാവശ്യം ഞങ്ങൾ സൗദിയിലായിരുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞ്, അണ്ണാ നിങ്ങളുടെ മാവ് കാച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ അതിൻ്റെ ഒരു മാങ്ങ അതിൽ നിന്ന് ആരോ 1-2 എണ്ണം പറിച്ചുകൊണ്ട് പോയി. അവർ എന്തായാലും കൊണ്ടുപോയി. അത് പോട്ടെ. വന്നപ്പോഴാണെങ്കിൽ വിള മുഴുക്ക കാട് പിടിച്ച് നടക്കണം. പിന്നെ അതിനെ വെട്ടാനൊരു കത്തിയും മറ്റേ വലിച്ചു കളയുന്ന ഒരു മാന്തിയും ഒരു പില്ലർ പൊത്തിയൊക്കെ ചെന്ന് മേടിച്ചുകൊണ്ട് വന്ന് അതൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ഒരു രസം വെട്ടി. അങ്ങനെ ഞങ്ങൾ കുറച്ച് മാങ്ങ പറിച്ച് കുറച്ച് മാങ്ങ കിട്ടി. ഇവ എന്നും മാവിൽ വന്ന് കല്ലെറിയെന്ന് പറഞ്ഞ് മാങ്ങയ്ക്ക് വേണ്ടി. അപ്പോൾ അവനെയും കൂടെ ഞാൻ പിടിച്ചോണ്ട് വന്നു, വാടാ ഇവിടെ പറഞ്ഞ്. അങ്ങനെ അവന് 2 മാങ്ങയൊക്കെ കൊടുത്ത് അവന് ഭയങ്കര സന്തോഷമായി. വളരെ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഒരു രസം മാങ്ങയൊക്കെ പറിക്കണതൊക്കെ. അങ്ങനെ മാങ്ങയെല്ലാം പറിച്ച് നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ ധാരാളം മാങ്ങ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം. പക്ഷേ എന്നാലും നമ്മൾ നട്ട് വളർത്തിയ മാവിൽ നിന്ന് നമുക്കൊരു മാങ്ങയൊക്കെ പറിക്കുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ 2 മാങ്ങ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മാവിലുണ്ടായിരുന്ന എല്ലാ മാങ്ങയും ഞങ്ങൾ പറിച്ചു. ഇനി ഒന്നുമില്ല. പടയെ 7-8 എണ്ണം ഉണ്ടായിരുന്നു. വേണ്ട ഈ കാണുന്ന തന്നെ ഇത്ര മാങ്ങ 6-8 മാങ്ങ ഉണ്ടായിരുന്നു. അതിൽ 2 മാങ്ങ അവന് കൊടുത്തു, കുഞ്ഞന്. അവൻ എന്നും വന്ന് കല്ലെറിയുമായിരുന്നു മാവിൽ. ആദ്യമായിട്ട് കിട്ടിയ 6 മാങ്ങ എന്തൊക്കെ ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടാണ് ഭാര്യ നിൽക്കുന്നത്. അച്ചാറിടണോ പഴിപ്പിക്കണോ അങ്ങനെ പല പല ചിന്തയിലാണ്. എന്തായാലും ഞങ്ങളുടെ മാങ്ങ പറി കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും മാമ്പഴം തിന്നാൻ സ്വാഗതം. ഈ വർഷത്തെ വിളവെടുപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത വർഷം നമുക്ക് കാണാം. ബൈ ബൈ.